ലോകത്താകമാനമുള്ള യാത്രാ വിമാനങ്ങളിൽ 98% വെള്ള നിറത്തിലുള്ളവയായിരിക്കും. അവയുടെ ചിറകുകളിലെയും വാലിലെയും നിറങ്ങൾ മാത്രമായിരിക്കും വ്യത്യാസം. വ്യോമയാന മേഖലയിൽ പരമ്പരാഗതമായി പിന്തുടരുന്ന പ്രക്രിയയാണ് ഇത്. എന്നാൽ ഈ അലിഖിത നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ന്യൂസിലൻഡ്. എയർ ന്യൂസിലൻഡ് തങ്ങളുടെ മിക്കവാറും വിമാനങ്ങൾക്ക് കറുത്ത നിറമാണ് നൽകിയിരിക്കുന്നത്. വെള്ളനിറം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതിന് പകരം പ്രതിഫലിക്കും. കറുത്ത നിറമാണെങ്കിൽ വളരെ വേഗത്തിൽ ചൂടിനെ ആഗിരണം ചെയ്യും. ഇത് ക്യാബിന്റെ താപനില കൂട്ടുകയും എയർ കണ്ടീഷണറുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ധനം അമിതമായി ഉപയോഗിക്കുന്നതിനും കാരണമാകും. അതേസമയം വെള്ളനിറം തണുപ്പ് നിലനിർത്താൻ സഹായിക്കുകയും വിമാനത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്യും. വെള്ള പെയിന്റ് മറ്റുള്ളവയേക്കാൾ കട്ടി കുറവാണ്. ഇത് വിമാനത്തിന്റെ ഭാരത്തെ ബാധിക്കില്ല. എന്നാൽ കറുപ്പ് നിറം കൂടുതൽ കട്ടിയുള്ളതാണ്. മാത്രമല്ല പൂർണ്ണമായും നിറം ലാഭിക്കാൻ 2-3 കോട്ട് പെയിന്റ് ചെയ്യേണ്ടതായും വരും. വെള്ള പ്രതലത്തിൽ വിമാനത്തിന്റെ പൊട്ടലുകൾ, അഴുക്ക്, ഇന്ധന ചോർച്ച തുടങ്ങിയവ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഉയരങ്ങളിൽ സ്ഥിരമായി പറക്കുമ്പോൾ ചൂട് കാരണം വിമാനത്തിന്റെ നിറം മങ്ങാറുണ്ട്. എന്നാൽ വെള്ള നിറത്തിൽ ഈ ആശങ്കകൾ അധികം ഉണ്ടാവില്ല. വെള്ള നിറത്തിലെ വിമാനങ്ങളെ പക്ഷികൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. 2007 മുതലാണ് ന്യൂസിലൻഡ് തങ്ങളുടെ വിമാനങ്ങൾക്ക് കറുപ്പ് നിറം നൽകാൻ ആരംഭിച്ചത്. അക്കൊല്ലം ഫ്രാൻസിൽ നടന്ന റഗ്ബി ലോകകപ്പിൽ തങ്ങളുടെ ടീമായ ദി ഓൾ ബ്ലാക്സിന് ആദരവെന്നോണം കറുത്ത പെയിന്റ് അടിച്ചൊരു ബോയിങ് വിമാനം എയർ ന്യൂസിലൻഡ് ഡെലിവറി ചെയ്തിരുന്നു. ഇത് ലോകശ്രദ്ധ നേടിയതാണ് വഴിത്തിരിവായത്. പിന്നീട് തങ്ങളുടെ പ്രധാന വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കറുത്ത നിറം നൽകാൻ ന്യൂസിലൻഡ് ശ്രദ്ധിച്ചു. നിലവിൽ എയർ ന്യൂസിലൻഡ് 115 വിമാനങ്ങളാണ് ഉള്ളത്. എയർ ന്യൂസിലൻഡിന്റെ ബോയിങ് 777-300ER ആണ് കറുത്ത പെയിന്റ് അടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം. 2022 ഓഗസ്റ്റിൽ സ്റ്റാർ അലയൻസ് ഫ്ലീറ്റിലെ ആദ്യത്തെ പൂർണ്ണമായും കറുത്ത വിമാനമായ എയർബസ് A321 Neo ZK OYB എയർ ന്യൂസിലൻഡ് പുറത്തിറക്കിയിരുന്നു. വെള്ള കറുപ്പ് വിമാനങ്ങൾ തമ്മിൽ പ്രകടനത്തിലോ കൈകാര്യം ചെയ്യുന്നതിലോ വ്യത്യാസമില്ല എന്നാണ് എയർ ന്യൂസിലൻഡ് അവകാശപ്പെട്ടത്. സംരക്ഷണമാണ് പെയിന്റിന്റെ പ്രധാന കർത്തവ്യമെന്നും കറുപ്പ് ഇതുവരെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയിട്ടില്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി. സ്പോർട്സ് ജേഴ്സി മുതൽ ഗംബൂട്ട്സ് വരെ ന്യൂസിലൻഡിന്റെ ദേശീയ ഐഡന്റിറ്റിയിൽ കറുപ്പ് ഉൾപ്പെട്ടിരിക്കുന്നു. ഏറെ അഭിമാനത്തോടെയാണ് ന്യൂസിലൻഡുകാർ കറുപ്പിനെ അണിയുന്നതെന്നും കമ്പനി വ്യക്തമാക്കി.